പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരുടെ ആത്മഹത്യയുടെ കാരണം പരിശോധിക്കും എന്ന് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂളിൽ അധ്യാപകരുടെ പീഡനം ഉണ്ടായിട്ടില്ല എന്നാണ് വിശദീകരണം. പ്രതിഷേധം പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ശ്രീജിത്ത്? തീർച്ചയായും ഇപ്പോൾ അത് അവിടേക്ക് വീണ്ടും അധ്യാപകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധികളടക്കം തടഞ്ഞു വെച്ച SFI നേതാക്കൾ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് പോലീസുമായി ചെറിയ തോതിലുള്ള സംഘർഷം നടക്കുന്നുണ്ട്. പോലീസും SFI നേതാക്കളും തമ്മിൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസുമായി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാഴ്ചയുണ്ട്. ഇവിടെ സിസ്റ്റർമാർ അടക്കമുള്ള ആളുകളെ തടഞ്ഞു വച്ചിരിക്കുകയാണ് SFI പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം. ഈ അധ്യാപകർക്കെതിരെ കർശനമായ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ പിരിഞ്ഞു പോകില്ല, മറ്റാരെയും സമ്മതിക്കില്ല എന്നൊരു നിലപാടിലേക്ക് അവരും വന്നിരിക്കുന്നു. എന്തായാലും SFI നേതാക്കളും പോലീസും ചേർന്ന് ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഉന്മേഷം കാണുന്നത്. ഇതൊരു കോൺഫറൻസ് ഹാളാണ്. ഇവിടെ ഒരു അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ കർശനമായ ഒരു നിലപാടെടുത്തു. ചില അധ്യാപകരെ മാറ്റേണ്ടതുണ്ട്. അവരെ മാറ്റാതെ കുട്ടികൾക്ക് പറയാനുള്ളത് മുഴുവൻ ആളുകളും കേട്ടു. ഇനി പേരൻസിന് പറയാനുള്ളത് കേൾക്കാണ്ട് ഇവരും പോകുന്നില്ല. ഇവരുടെ കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു സമീപനം നേതാവാണ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പാരൻസിന് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ ഒരു അധ്യാപകരും ഒരു മാനേജ്മെന്റ് പ്രതിനിധിയും ഇവിടെ നിന്ന് പോകേണ്ട എന്നൊരു നിലപാടിലേക്ക് കൂടി വന്നിരിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ മേഖലയിൽ, ഇവരൊക്കെ രക്ഷിതാക്കളാണ്. വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഇതിനുള്ളിലേക്ക് ചില അധ്യാപകർ കയറാൻ ശ്രമിച്ചപ്പോൾ SFI നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ പ്രതിഷേധം. ഈ ചേട്ടൻ ഇത്തരത്തിൽ ഇപ്പോൾ നിലപാടെന്താ, അവരെന്താ പറഞ്ഞു ഇപ്പൊ മാനേജ്മെന്റായിട്ടോട്? ഇവര് നമ്മുടെ ആവശ്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചെറിയ സംഭവം ഉണ്ടാക്കിയിട്ട് അത് അവതരിപ്പിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാരന്റ്സിന്റെ ഒരു കാര്യം അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതിലെ മെയിൻ കാര്യം ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടില്ല. ഇത്തരത്തിൽ 8ാം ക്ലാസ്സിൽ പോയിരിക്കാവുന്ന ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പറയുന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല? 8ാം ക്ലാസ്സിലെ ഇരിക്കുന്നു ആ കുട്ടി പറഞ്ഞല്ലോ. എഴുതി വാങ്ങിച്ചില്ല ആ കുട്ടി പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ കുട്ടി പറഞ്ഞല്ലോ 8ാം ക്ലാസ്സിലെ ഇരിക്കുന്നു പറഞ്ഞു. ഇത് സ്ഥിരം പരിപാടിയാണെന്നാണോ? ഇത് സ്ഥിരം പരിപാടിയാണ്. നമുക്കിവിടെ ഒരു PTA മീറ്റിംഗ് ഇല്ല. എൻ്റെ മോൾ 9ലാണ് പഠിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് ഒരു PTA മീറ്റിംഗ്, ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടുത്തെ PTA മീറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ കുട്ടികളാണ് ഇവിടെ PTA മീറ്റിങ്ങിന് ഒരു കുട്ടീനെ ഒരു ടീച്ചർ നോക്കുക, മീൻസ് ഒരു പാരന്റിനെ ഒരു ടീച്ചർ നോക്കുക. അതായത് ഒരു പാരന്റ് പറയുന്നത് മറ്റേ പാരന്റ് കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ PTA മീറ്റിംഗിന്റെ. അധികൃതർ പറയുന്നത് തങ്ങൾ അങ്ങനെ ഒന്നും എഴുതി വാങ്ങിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ മുൻപിലടക്കം കുട്ടികൾ വന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പുറത്ത് SFI നേതാക്കൾ വലിയ പ്രതിഷേധം. പാരന്റ്സിന് പറയാനുള്ള കേൾക്കലാണ്. പാരന്റ്സിന് പറയാനുള്ള കേൾക്കും. പാരന്റ്സിന് പറയാനുള്ള മുഴുവൻ കേട്ടതിന് ശേഷം ഇവിടുത്തെ കുട്ടികൾ ഒരാൾ പുറത്തു പോയില്ല, ഇവരും പോവില്ല. പാരന്റ്സിന് പറയാനുള്ള കേട്ടതിന് ശേഷം യോഗം പിരിയുള്ളൂ. അതുവരെ അവരെയും പറഞ്ഞു വിടില്ല എന്ന് തന്നെ. ആരെയും പറഞ്ഞില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ എല്ലാ നടപടി നമ്മളെടുക്കും. തീർച്ചയായും അതാണ് പറയാനുള്ളത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന് പാരന്റ്സ് സംസാരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ വാർത്ത നൽകുന്ന സമയത്ത് വളരെ കുറച്ച് രക്ഷിതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 24 ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് വളരെ കുറച്ച് രക്ഷിതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നു. 24 ആണ് ഏറ്റവും ആദ്യം ആ രക്ഷിതാവിന്റെ ആശിർ നന്ദയുടെ അച്ഛന്റെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കിയത്. ആ പരാതി കൊടുത്ത വാർത്ത പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിച്ച് 24 ആണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള എന്താ നിങ്ങളുടെ ഇതൊന്ന് കഴിഞ്ഞിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ചർച്ച നടക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. അവരിതാ ഒരു രക്ഷിതാവ് സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂളിൽ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ സ്കൂൾ അധികൃതരെ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്.